അൽ മഫ്ഊലു ഫീഹി. അൽ മഫ്ഊലു ഫീഹി. മഫ്ഊലാത്തുകൾ നമ്മൾ പഠിച്ച് 5 മഫ്ഊലാത്തുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏത് ഈ ബുക്കിൻ്റെ തുടക്കത്തിൽ 5 മഫ്ഊലുകളാണുള്ളത്. ഇതിൽ മഫ്ഊലു ഫീഹി എന്ന് പറഞ്ഞാൽ ഒരു പ്രവർത്തനം നടന്ന സമയം ഓർ കാലത്തെ കുറിക്കുന്ന നസ്ബ് ചെയ്ത ഒരു പദമാണ്. അതിനെ നമ്മൾ ലർഫ് എന്നും പറയും. ലർഫ് ജമാൻ ഓർ മക്കാൻ. ഒരു പ്രവർത്തനം നടന്ന സമയം ഓർ കാലം. ഒരു പ്രവർത്തനം നടന്ന സമയം അല്ലെങ്കിൽ അതിൻ്റെ കാലത്തെ കുറിക്കുന്നു. അതിനെയാണ് ലർഫ് ജമാൻ ലർഫ് മക്കാൻ എന്ന് പറയുക. ഇവിടെ കൊടുത്തിട്ടുണ്ട് വസൽത്തു യൗമ സുലാസായി. ഞാൻ വ്യാഴാഴ്ച എത്തി. അപ്പോൾ ഇവിടെ എത്തി എന്ന പ്രവർത്തനം നടന്ന സമയം അതാണ് ലർഫ് ജമാൻ. ഓക്കെ, എത്തി എന്ന പ്രവർത്തനം നടന്നത് യൗമ സുലാസായി. ഹുന ഇവിടെ യൗമ എന്നത് മഫ്ഊലുൻ ഫീഹി ആകുന്നു. അൽ മഫ്ഊലു ഫീഹി ഇസ്മുൻ മൻസൂബുൻ, ഒരു നസ്ബ് ചെയ്യപ്പെട്ട ഇസ്മാണ്. മഫ്ഊലു ഫീഹി എന്നാൽ ഒരു നസ്ബ് ചെയ്യപ്പെട്ട ഇസ്മാണ്. യുദ്കറു എന്നാണ് അത് പറയപ്പെടുന്നു. ലി ബയാനി വ്യക്തമാക്കുന്നതിന് വേണ്ടി. ലി എന്ന് പറഞ്ഞാൽ വേണ്ടി, ബയാനി വ്യക്തമാക്കുന്നതിന് വേണ്ടി പറയപ്പെടുന്നു. ലി ബയാനി ജമാനി ഒരു കാലത്തെ വ്യക്തമാക്കുന്നതിന് വേണ്ടി പറയപ്പെടുന്നു. അൽ ഫിഅലിൻ്റെ ഒരു കാലത്തെ ക്രിയയുടെ കാലത്തെ വ്യക്തമാക്കുന്നതിന് വേണ്ടി പറയപ്പെടുന്ന മൻസൂബായ നാമമാണ് മഫ്ഊലുൻ ഫീഹി ഔ മക്കാനിഹി അല്ലെങ്കിൽ അതിൻ്റെ സമയം. വയുസമ്മ അതിന് വിളിക്കപ്പെടുന്നു. ഐലൻ ഓൾസോ ഇതും വിളിക്കപ്പെടുന്നു. ലർഫ് എന്നും വിളിക്കപ്പെടുന്നു. അപ്പോൾ ലർഫ് എന്നാൽ എന്താണ്? ഒരു ക്രിയയുടെ കാലം ഓർ അതിൻ്റെ സമയത്തെ വ്യക്തമാക്കുന്നതിന് വേണ്ടി പറയപ്പെടുന്ന മൻസൂബായ ഇസ്മാണ് മഫ്ഊലുൻ ഫീഹി. ഖറജ്തു ലൈലൻ ഞാൻ രാത്രി പുറപ്പെട്ടു. ഇവിടെ ഫിഅലും ഫായിലും കഴിഞ്ഞു. ഞാൻ പുറപ്പെട്ടു. അപ്പോൾ ഞാൻ പുറപ്പെട്ട കാലമാണ് ലൈലൻ എന്നത്. അത് ലർഫ് ജമാനാണ്. ഉസാഫിറു ഗദൻ ഞാൻ നാളെ യാത്ര ചെയ്യും. ഈ ഗദൻ എന്നുള്ളതും എന്താണ്? കാലമാണ്. ഇൻഷാ അല്ലാഹു. പിന്നെ വേറെയാണല്ലോ ഹർഫ് ഷർത്തും ഒക്കെ. നിംതു ബഅദ നൗമിക. നിംതു ഞാൻ ഉറങ്ങി. ബഅദ നൗമിക നിന്റെ ഉറക്കത്തിൻ്റെ ശേഷം. ശബ്ദം കുറവുണ്ട് എൻ്റെ? ശബ്ദമുണ്ട്. നിംതു ബഅദ നൗമിക നിന്റെ ഉറക്കത്തിൻ്റെ ശേഷം ഞാൻ ഉറങ്ങി. നിംതുടെ ഫേലുൻ മാലിനാണ്, ഫായിലാണ്, ബഅദ ശേഷം. കണ്ടോ, അത് ക്രിയ നടന്ന കാലം എപ്പോഴാണ്? നിന്റെ ഉറക്കത്തിൻ്റെ ശേഷം. അപ്പോൾ ഈ ബഅദ എന്നുള്ളതാണ് ലർഫ് ജമാൻ. പിന്നെ നൗമി മുലാഫിനിലേഹി, പിന്നെ കാഫു മുലാഫിനിലേഹിയാണ് കേട്ടോ. ബഹുവ മുലാഫ്, പിന്നെ മുലാഫിനിലേഹി. അടുത്തത് മശയിത്തു മൈലൻ ഞാനൊരു മൈൽ നടന്നു. ഇവിടെ ഒരു മൈലൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്താക്കരുത്? ലർഫ് മക്കാനാണ് കേട്ടോ, അത് ജമാനല്ല കേട്ടോ. മശയിത്തു ഞാൻ നടന്നു. അപ്പോൾ ഫേലും ഫായിലും കഴിഞ്ഞില്ലേ? മൈലൻ എന്നുള്ളത് ലർഫ് മക്കാനാണ്. എത്രത്തോളം നടന്നു നമുക്ക് പെട്ടെന്ന് ഒരു സ്ഥലമായിട്ട് ഫീൽ ചെയ്യില്ല. പക്ഷെ മൈൽ എന്നുള്ളത് ലർഫ് മക്കാനാണ് കേട്ടോ. ജലസ്തു ഇൻദൽ മുദീരി ഞാൻ മുദീറിൻ്റെ അടുത്തിരുന്നു. ഇവിടെ ജലസ്തു ഫേലും ഫായിലും കഴിഞ്ഞു. എന്നുള്ളത് ലർഫ് മക്കാൻ. അൽ മുദീരി മുലാഫിനിലേഹി. നിംതു തഹ്ത ഷജറത്തി ഒരു മരത്തിൻ്റെ ചുവട്ടിൽ ഞാൻ ഉറങ്ങി. ഇവിടെ തഹ്ത എന്നുള്ളത് ലർഫ് മക്കാൻ, സ്ഥലം. ലർഫ് മക്കാനിൻ. ഇതൊക്കെയാണ് ലർഫ് മക്കാനുകൾ. ബഅദ ദുറൂഫി മബനിയത്തുൻ ലർഫിൻ്റെ ബഹുവചനമാണ് ദുറൂഫ്. ചില ലർഫുകൾ മബനിയായിരിക്കും. മിൻഹ അതിൽപ്പെട്ടതാണ്. മിൻഹ എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് എന്ന് പറഞ്ഞാൽ അതിൽപ്പെട്ടവയാണ്. ഒന്ന് മത എന്ന് പറഞ്ഞാൽ എവിടെ, അവിടെ, എവിടെ. ലർഫ് ജമാൻ എവിടെ. നമ്മൾ പറയില്ല കാലം അല്ല, എന്താ പറയുക, പ്രവൃത്തി നടന്ന സമയം എപ്പോൾ. മത. അപ്പോൾ മത എന്നുള്ളത് എന്താണ്? ലർഫ് ജമാനാണ്. മത ഇസ്മുൽ ഇസ്തിഫാം മബനിൻ അല സുക്കൂനിയാണ്. അതുകൂടാതെ ലർഫ്
ജമാനാണ്. തഖൂലു നീ പറയുന്നു. എന്താ? മത ഖറജ്ത നീ എപ്പോഴാണ് എത്തിയത്. ഇവിടെ മത കണ്ടോ, ലർഫ് ജമാൻ. മത എന്ന് പറഞ്ഞാൽ ഇസ്മുൽ ഇസ്തിഫാം മബനിയുൻ അല സുകൂനി ഫി മഹല്ലി നസ്ബിൻ ലർഫ് ജമാൻ. ഖറജ്തയിൽ ഫീലും ഫായിലും കഴിഞ്ഞു. ഹുന ഇവിടെ, മത ലർഫു ജമാനിനാണ്. മത എന്നത് ലർഫു ജമാനിൻ മബനിയുൻ അല സുകൂനി ഫി മഹല്ലി നസ്ബിൻ ആണ്. അടുത്തത് ഐന. ഐന എന്ന് പറഞ്ഞാൽ എവിടെ. മത എന്ന് പറഞ്ഞാൽ എപ്പോൾ, എപ്പോൾ വെൻ. ഐന എന്ന് പറഞ്ഞാൽ വേർ, എവിടെ. തഖൂലു നീ പറയുന്നു. ഐന ദഹബ് തദ്ഹബു നീ എവിടെ പോകുന്നു. ദഹബ നീ എവിടെ, തദ്ഹബു അല്ലേ, അതെ, എവിടെ പോകുന്നു. ഹുന ഇവിടെ, ഐന ലർഫു മഖാനിനാണ്. ലർഫു മഖാനിൻ മബനിയുൻ അലൽ ഫതഹി. നമ്മൾ ഇസ്മുൽ ഇസ്തിഫാം എന്ന് പറയാം, അല്ലെങ്കിൽ ലർഫു മഖാനിൻ മബനിയുൻ അലൽ ഫതഹി ഫി മഹല്ലി നസ്ബിൻ. ഇനി അംസി എന്ന് പറഞ്ഞാൽ ഇന്നലെ. ഇവിടെയും തഖൂലു നീ പറയുന്നു. ലം അഗിബ് അംസി ഞാൻ ഇന്നലെ ആബ്സെൻ്റ് ആയിട്ടില്ല അല്ലേ, മാലിൻ്റെ അർത്ഥത്തിൽ വരും. അതെ, ഇവിടെ അംസി എന്നുള്ളത് ലർഫു ജമാനിൻ, ഇന്നലെ. ലർഫു ജമാനിൻ മബനിയൻ അലൽ കസ്രി ഫി മഹല്ലി നസ്ബിൻ. ഇവിടെ ഒരു ഇമ്പോർട്ടൻ്റ് നോട്ട് ഞാനത് തുടക്കത്തിൽ പറയുന്നത്, ഈ താമായിട്ടുള്ള ഫീലിന് ശേഷം വന്നാൽ ലർഫിനെ നമ്മൾ മഫൂലുൻ ഫീഹി എന്ന് പറയാൻ അങ്ങനെ ഒരു പണ്ഡിത അഭിപ്രായം ഉണ്ട് കേട്ടാ. താമായ ഫീൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, താമും നാഖിസും അറിയാമല്ലോ. നാഖിസായ ഫീൽ എന്ന് പറഞ്ഞാൽ അപൂർണ ക്രിയ എന്നല്ലേ അറിയാം, ഖാന പോലെ നാഖിസ്. പിന്നെ അവർക്ക് രണ്ട് കേക്ക് കൊടുക്കാൻ എന്ന് പറയണത് കേട്ടാ. അതായത് താമായിട്ടുള്ള ഫീലിന് ശേഷം വന്നാൽ ലർഫിനെ നമ്മൾ മഫൂലുൽ ഫിഹി എന്ന് പറയും. അതിൽ പെട്ടതാണ് മഫൂലുൽ ഫിഹി എന്ന് വിളിക്കാറുണ്ട്. പിന്നെ എന്തൊരു ഉദാഹരണം പറയാൻ പറ്റുമായിരുന്നു എന്ന് വിളിക്കുന്നു. അങ്ങനെ ഉണ്ട്. അല്ലെങ്കിൽ ലർഫ് എന്നാണ് വിളിക്കാറെന്നാണ് പറയുന്നത് താമായിട്ടുള്ളത്. ഉണ്ട് എടുത്തോളാം. പിന്നെ ഇനി എന്താ പറഞ്ഞത്, ഇവിടെ എത്തി. ഇനി കത്തു കേട്ടോ, മബനിയായിട്ടുള്ളതാണ് നമ്മൾ പറയണത്. മബനിയായ ലർഫുകളാണ്. മത്ത ഐന അംസി വരെ എത്തി. കത്തു എന്ന് പറഞ്ഞാൽ ഒരിക്കലും, നെവർ എന്നുള്ള ഒരർത്ഥത്തിലാണ് പറയാറുള്ളത്. തഖൂലു നീ പറയുന്നു. ലം അസുഖ് ഹാദിഹിൽ ഫാക്കിഹത കത്തു ഞാൻ ഈ ഫ്രൂട്ട് ഒരിക്കലും, അല്ലെങ്കിൽ തീരെ എന്ന് പറയാം, തീരെ രുചിച്ചിട്ടില്ല. ലം അതുക്ക തീരെ രുചിച്ചിട്ടില്ല, ഞാൻ ഈ ഫ്രൂട്ട് തീരെ രുചിച്ചിട്ടില്ല പറഞ്ഞിട്ടാ. അപ്പോൾ ഇവിടെ ലം നമുക്കറിയാം ഹർഫു നഫീൻ വജസ്മിൻ മഖൽബിനാണ്. അതുക്ക് എന്നുള്ളത് ഫിയലുൻ മുലാരിഉൻ മജ്സൂമുൻ ബിസുകൂനി. ഹാദിഹി മഫൂലുൻ ബിഹി. അൽ ഫാക്കിഹത ബദൽ. ഖത്തു ഇവിടെ ഖത്തു എന്ന് പറഞ്ഞത് ദർഫ് ജമാൻ, ലർഫ് ജമാൻ. ഓക്കെ, മഫൂലുൻ ഫീഹി പറയാം, അല്ലെങ്കിൽ ലർഫ് ജമാൻ. ഖത്തു ഹുന ഖത്തു ലർഫു ജമാനിൻ മബനിയുൻ അലൽ ളമ്മി ഫീ മഹല്ലി നസ്ബിൻ. കണ്ടോ, ഒരിക്കലും രുചിച്ചിട്ടില്ല കത്തു. ഇനി അടുത്തത് ഹുന എന്നുള്ളതാണ് കേട്ടോ ഇവിടെ. അപ്പോൾ ഒരിക്കലും എന്താ കത്തു, അധികവും ഈ കത്തു എന്നുള്ളത് എന്തിൻ്റെ കൂടെ വരിക, മാലിൻ്റെ കൂടെ വരും അധികം കത്തൂട്ടാ. ഇനി ഹുന നോക്കട്ടോ. ഹുന എന്ന് പറഞ്ഞാൽ ഇവിടെ. തഖൂലു ഇജ്ലിസ് ഹുന നീ ഇവിടെ ഇരിക്കി. കണ്ടോ, ഫിൽ അംരി മബ്നിയുൻ അല സുകൂനി വൽ ഫായിലു ളമീർ മുസ്തതിറുൻ തഖ്ദീറുഹു അൻത. ഹുന എന്നുള്ളത് ഇവിടെ ദർഫു മക്കാനിൻ മബ്നിയുൻ അല സുകൂനി ഫീ മഹല്ലി നസ്ബിൻ. അടുത്തത് അൽ ആന ഇപ്പോൾ. അൽ ആന തഖൂലു നീ പറയുന്നു. അൽ ആന ജിഅത
അല്ല സോറി ട്ടാ, ആൽ ആന ജിഇത്ത. ഇപ്പോഴാണോ നീ എത്തിയത്? ആൽ ആന ട്ടാ, ഹംസത്തുൽ ഇസ്തിഫാം ഉണ്ട് കേട്ടാ, ഹംസത്തുൽ ടീച്ചറെ ഇസ്തിഫാമിയുണ്ട് അവിടെ. എവിടെ വായിക്കണേ? റിമെമ്പറാ? അല്ല അല്ല, ഇതിൽ ക്വസ്റ്റ്യൻ ആൻസർ കഴിഞ്ഞിട്ട് മഫൂലും ഫീഹിൻ്റെ ഡെഫിനേഷൻ ഇങ്ങനെ വായിച്ചിട്ട് അതിൻ്റെ അടിയിൽ മബനിയായിട്ടുള്ള ലർഫുകളാണ് വായിക്കുന്നത് കേട്ടാ. അപ്പോൾ ആൽ ആനജ് എത്താൻ ഇപ്പോഴാണോ നീ എത്തിയത്? ഇതാ ഷബ്നാൻ്റെ അടുത്താണ് ചോദിച്ചത്, ആൽ ആനജ് എത്തി. ഓക്കെ ഓക്കെ. ഹംസത്തുൽ ഇസ്തിഫാമിൻ്റെ ഹർഫുൽ ഇസ്തിഫാം കഴിഞ്ഞു. പിന്നെ അവിടെ എന്ത് ചെയ്തു? അൽ ആന എന്നുള്ളത്, അൽ ആന എന്നുള്ള ലർഫു ജമാനിൻ മബരീൻ അലൽ ഫതഹി ഫി മഹല്ലി നസ്ബിൻ. പിന്നെ ജിഅത ഫിഅലും ഫായിലും ആയിട്ടാ. അടുത്തത് ഹൈസു. ഹൈസു എന്ന് പറഞ്ഞാൽ നീ ഇപ്പോഴാണോ എത്തിയത്? അവിടെ ആൽ ആന എന്നല്ല, അല്ല അൽ ആന എന്നാണ് ശരിക്കും. അതിൻ്റെ കൂടെ ഹർഫുൽ ഇസ്തിഫാമും കൂടി വന്നപ്പോൾ ആൽ ആന എന്നായി. ആൽ ആന എന്നായി. ഹംസ ഹർഫുൽ ഇസ്തിഫാം. അൽ ആന എന്നുള്ളത് ലർഫു സമാനിൻ മബനിൻ അലൽ ഫതഹി ഫി മഹല്ലി നസ്ബിൻ. ഓക്കെ. അടുത്തത് ഹൈത്തു എന്ന് പറഞ്ഞാൽ വേറെവർ, എവിടെയായാലും അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒക്കെ ആയാലും. ടീച്ചറെ എൻ്റെ ഹൈസു ആണ്, ഹൈസു ആണ് കേട്ടോ. മബനി അല്ലേ, എന്തായാലും മബനി, ലൊമ്മയിലും മബനിയാണ്. തക്കൂലു നമ്മൾ പറയുന്നു, നീ പറയുന്നു. ഈ ജിലിസ് ഹൈസു ഷിഅത്ത, നീ എവിടെയാണ് ഉദ്ദേശിച്ചത് അവിടെ ഇരുന്നോ. ഷിഅത്ത എന്ന് പറഞ്ഞാൽ നീ ഉദ്ദേശിച്ചെടുത്ത്, ഉദ്ദേശിച്ചു. ഹൈസു എന്ന് പറഞ്ഞാൽ എവിടെയാണോ, നീ എവിടെയാണോ ഉദ്ദേശിച്ചത്, വേറെവർ, നീ എവിടെയാണോ ഉദ്ദേശിച്ചത് അവിടെ നീ ഇരിക്കും. ഇവിടെ ഇജ്ലിസ് ഫേൽ അംറിൻ മബനിൻ അല സുക്കൂനി ഫായില് മുസ്തദിറുൻ തഖ്ദിറുഹു അൻത. ഷിഅത്തയും ഇതേപോലെ തന്നെ ഫേൽ മാലി സുക്കൂനിൽ മബനി താ ഫായിൽ. ഇവിടെ ഹൈസു എന്നുള്ളത് ലർഫു മഖാനിൻ മബനിൻ അല ദമ്മി ഫി മഹല്ലി നസ്ബിൻ. അപ്പോൾ ഹൈസു എന്നുള്ളതും മബനി ആയിട്ടുള്ള ലർഫ് മഖാനാണ്. നോക്കട്ടെ കേട്ടോ, ഇതിൽ കിട്ടുമോ. ഇവിടെ ഉണ്ട്. ഇനി ഹുനാക്ക. അല്ല ഹുനാക്കല്ല അല്ലേ, ഇതെന്താ കൊടുത്തുള്ളത്? ഹുനാക്കല്ല കേട്ടോ, ഹുനാക്ക ഉണ്ട് കേട്ടാ. ഇവിടെ കൊടുത്തിരിക്കുന്നത് ഹുനാക്ക അസ്മാ ഉൻ തനൂബു അനിൽ ദർഫി മിൻഹ. അതായത് ലർഫിന് പകരം പറയാ, പകരം നിൽക്കുന്ന അല്ലേ. ലർഫിന് പകരം വെക്കേണ്ടതല്ലേ. ഹുനാക്ക അവിടെ അസ്മാ ഉൻ ഇസ്മുകളാണ്, തനൂബു പകരം വെക്കുന്ന, ലർഫിന് പകരം വെക്കുന്നത്. അതായത് ലർഫിന് പകരം വെക്കുന്ന അസ്മാവുകളുണ്ട്, ഇസ്മുകളുണ്ട്. അമിൻഹ അതിൽപ്പെട്ടതാണ്. നമ്മൾ ബാലൊക്കെ പറഞ്ഞില്ലേ നേരത്തെ, അതന്നെ കേട്ടാ. ലർഫിന് പകരം നമ്മൾ പോയിന്റ് ടു റിമെമ്പറിൽ വായിച്ചതാണ് അത്. ലർഫിന് പകരം വെക്കുന്ന ഇസ്മുകൾ, അവയെ കുറിച്ചിട്ടാണ് കേട്ടോ. ഒന്നാമത്തേത് അൽ മുലാഫു ഇലാ ലർഫി മിമ്മ ദല്ല അല കുല്ലിയത്തി ജമാനി ഔ മഖാനി. അത് കുല്ലിയത്തിൻ്റെ മുഴുവനെ അറിയിക്കുന്നത്, ജമാനായിക്കോട്ടെ മക്കാനായിക്കോട്ടെ, അവയുടെ ഭാഗങ്ങൾ. ഇമ്മ ദല്ല അല കുല്ലിയത്തിൻ്റെ മുഴുവൻ തന്നെ അറിയിക്കുന്ന മുലാഫു ഇലാഫത്ത് ചെയ്യപ്പെടുന്നതിലേക്ക്, ഇലാഫത്ത് ചെയ്യപ്പെടുന്നതിലൂടെ. മുലാഫ് എന്ന് പറഞ്ഞാൽ എന്താ? ഇലാഫത്ത് ചെയ്യുന്നതാണല്ലോ മുലാഫ് ഇലേഹി എന്ന് പറഞ്ഞാൽ മുലാഫിനിലേഹിലേക്ക് ഇലാഫത്ത് ചെയ്യാണല്ലോ. അപ്പോൾ ഇലാഫത്ത് ചെയ്യപ്പെടുന്ന ലർഫിലേക്ക് ഇലാഫത്ത് ചെയ്യപ്പെടുന്നത്, അതായത് ലർഫ് മുലാഫിനിലേഹിയായിട്ട് വരും. ലർഫിലേക്ക് ഇലാഫത്ത് ചെയ്യപ്പെടുന്നു. പിന്നെ മാത്രമല്ല അതിൻ്റെ കുല്ലിയത്ത് എന്ന് പറഞ്ഞാൽ അത് മുഴുവനെ അറിയിക്കുന്നതാണ്. ലർഫു ജമാനെ മക്കാൻ്റെയോ മുഴുവനായിട്ട് അറിയിക്കുന്നത്. നമ്മുടെ ഉദാഹരണം നോക്കിയാൽ മനസ്സിലാവും കേട്ടോ. അല്ലെങ്കിൽ ഔ ജുസ്ഇയത്തിഹിമ അല്ലെങ്കിൽ അതിൻ്റെ ഭാഗം, അതിൻ്റെ ആ രണ്ടിലെ ഒന്നിൻ്റെ ഭാഗം.
അറിയിക്കുന്നത്. ഒന്നില്ലെങ്കിൽ അതിൻ്റെ മുഴുവൻ അറിയിക്കണം. ലർഫു ജമാൻ്റെയോ മക്കാനെയോ കുലിയത്ത് എന്ന് പറഞ്ഞാൽ മുഴുവൻ അറിയിക്കുന്ന ഇത് മുലാഫായിട്ടാണ് ലർഫിലേക്ക് ഇലാഫത്ത് ചെയ്യപ്പെട്ടത്. ലർഫിലേക്ക് മുലാഫായിട്ട് വരുന്നത് അതിൻ്റെ കുല്ലിയത്തിനെയോ അല്ലെങ്കിൽ അതിൻ്റെ ഹിമ എന്ന് പറഞ്ഞാൽ മക്കാൻ്റെയും ജമാൻ്റെയും ഒരു ഭാഗത്തെയോ അല്ലെങ്കിൽ അതിൻ്റെ മുഴുവനായതിനെ അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൂടാതെ ലർഫിലേക്ക് മുലാഫായിട്ട് വരുന്നുണ്ട്. അത്തരം ഭാഗങ്ങളൊക്കെ എന്താണ്? ലർഫിന് പകരമായി വരുന്ന ഇസ്മുകളാണ്. നഹ്വ പോലെ സാഫർന കുല്ല നഹാരി, പകൽ മുഴുവൻ അല്ലെങ്കിൽ പകൽ മുഴുവൻ ഞങ്ങൾ യാത്ര ചെയ്തു. ഇവിടെ സാഫർന ഫീലും ഫായിലാണ്. ഇവിടെ നഹാറാണ് എന്ത്? ലർഫ്. ലർഫ് ജമാൻ അല്ലേ? യാത്ര, അതെ, ലർഫ് ജമാനാണ്. അപ്പോൾ ഇവിടെ ലർഫ് ജമാന് മുലാഫിന് ഇലഹിയായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇതിനെ അറിയിക്കുന്ന എന്താ പറയുക, ഇതിന് പകരം നിൽക്കുന്ന കുല്ല എന്നുള്ളത് മുലാഫായിട്ട് വന്നിരിക്കുന്നുണ്ട്. മുലാഫിന് ഇല ലർഫി ഏതാ? കുല്ല. അതുകൂടാതെ അത് മുഴുവൻ ആ ഒരു ലർഫ് ജമാൻ്റെ കുലിയത്ത് അത് മുഴുവൻ കാണിക്കുന്നുണ്ട്. ആര്? കുല്ല എന്നുള്ളത്. അപ്പോൾ കുല്ല എന്നുള്ളതാണ് നമ്മൾ എന്ത് പറയാം? ലർഫു ജമാൻ മൻസൂബുൻ വഹുവ മുലാഫ് നഹാരി മുലാഫുൻ ഇലൈഹി. ഇനി അതുപോലെ വരുന്നതാണ് ഇൻ തലർ തുക, ഞാൻ നിന്നെ കാത്തു നിന്നു. റുബ് അ സാത്തിൻ, ഒരു മണിക്കൂറിൻ്റെ റുബ്, അതായത് 15 മിനിറ്റ്, കാൽ മണിക്കൂർ ഞാൻ നിന്നെ കാത്തു നിന്നു. ഇൻ തലർ ഏതാ ഫീല്? ഇൻ തലർ ഞാൻ ബുക്കില്ല കേട്ടോ എൻ്റെ അടുത്ത്, നിങ്ങൾ നോക്കിയിട്ട് ശരിയായില്ലല്ലോ. അതെ, ഇൻഫാല ശരിയായിട്ടാ. ഞാൻ കാതുന്നു ശരിയാട്ടാ. ഇൻഫാല കാൽ മണിക്കൂർ. ഇൻഫാല ശരിയാവോ? ഇഫ്തഅല. അപ്പോയോ ഇഫ്തഅല. ഇൻഫാല ശരിയാവൂല എന്ന് പറഞ്ഞാലേ ഇൻഫഅല, ഇൻ കഴിഞ്ഞാൽ ഫഅല, തളറ എന്നാവണ്ടേ? ഇതിൻ്റെ ബേസിക് ലെറ്റർ തളറ ഇല്ല, നളറ ആയിരിക്കും. അപ്പോൾ നോക്കിയേ ഇഫ്തഅല, അപ്പോൾ ശരിയായില്ലേ? നളറ കിട്ടിയില്ലേ? നോക്കി കറക്റ്റ് അല്ലേ ഞാൻ പറഞ്ഞത്? മറ്റേത് തളറ എന്നൊരു ഫീലില്ലല്ലോ, അപ്പൊ ഞാൻ അതങ്ങനെ ചിന്തിച്ചത്, അങ്ങനെ വരില്ലല്ലോ. ബേസിക് ലെറ്റേഴ്സ് നോക്കുമ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും. അപ്പോൾ പിന്നെ ഫേല് കഴിഞ്ഞു ഫായിലും മഫൂലും ബിഹി ഉണ്ട് കേട്ടോ. തൂ ഫായില് കാഫ് മഫൂലും ബിഹി കേട്ടാ. റുബ് അ സാഅത്തിൻ, സാഅത്തിനാണ് ശരിക്കും ഇവിടെ എന്ത്? ലർഫു സമാനായിട്ട് വരേണ്ടത്. പക്ഷെ ഇവിടെ റുബ് അ എന്നുള്ളത് അപ്പോൾ എന്തായി? ജുസുഇയ്യത്ത്, അതിൻ്റെ ഒരു ഭാഗം കണ്ടോ? ലർഫിൻ്റെ ഒരു ഭാഗം അത് എന്തായിട്ട് വന്നിരിക്കുകയാണ്? ലർഫു സമാൻ മൻസൂബുൻ വഹുവ മുലാഫ് സാഅത്തിൻ മുലാഫിൻ ഇലൈഹി. അടുത്ത് നോക്കിയേ, മഷയ്തു നിസ്ഫ കിലോമീറ്റർ നമ്മൾ എന്താ പറയുക? കിലോമീറ്റർ ലർഫ് മക്കാനാണോ പറയാറ്? എത്ര കിലോമീറ്റർ? മക്കാനാണ് അല്ലേ? ഒരു ഡൗട്ട് ഉണ്ട്, മക്കാനാണ്. അപ്പോൾ ഇവിടെ ലർഫ് സമാനിയുടെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ ഒരു എവിടെയൊക്കെ നമ്മളൊരു മക്കാൻ വായിച്ചില്ലേ? മക്കാനാണോ? അവിടെ നമ്മൾ മക്കാനല്ലേ പറഞ്ഞത്? അപ്പൊ കിലോമീറ്റർ മക്കാനാണ് കേട്ടാ, മക്കാനായിട്ട് തന്നെയാണ് പറയാം. അപ്പോൾ ഇവിടെ നിസ്ഫ അതിൻ്റെ ഒരു ഭാഗമാണ്, അതാണ് ലർഫ് മക്കാൻ മൻസൂബുൻ വഹുവ മുലാഫ് കിലോമീറ്റർ മുലാഫിൻ ഇലൈഹി ട്ടാ. കിലോമീറ്റർ എന്നല്ലേ പറയാം? കിലോമീറ്റർ.
ഹുന കലിമാത്തു കിലോ കിലോമീറ്റർ. ഹുന കലിമാത്തു കുല്ല റുബ് നിസ്ബ് ഇതൊക്കെ ഉണ്ടല്ലോ ഈ വാക്കുകളൊക്കെ ഇവിടെ നാബത്ത് അന്തുറൂഫി. നാബത്ത് എന്ന് പറഞ്ഞാൽ പകരം നിൽക്കുന്നതാണ്, ലൊർഫിന് പകരം നിൽക്കുന്നതാണ്. നാബത്ത് നാബത്ത് അതിന്റെ ഫായിൽ എന്തുട്ടാ? നാബ 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 നാബു നാബത്ത്. ഇസ്മു ഫായിൽ എന്തുട്ടാ? നായിബ്. ഹിയല്ലേ? ഹിയ. ഇസ്മു ഫായില് ഫായില് ഹിയ. അല്ല, ഞാൻ ചോദിച്ചത് നാബത്തിന്റെ നാബ എന്നുള്ള ക്രിയന്റെ ഇസ്മു ഫായിൽ എന്താണ്? ഇസ്മു ഫായിലില്ലേ? നായിബ്. നായിബുൻ. നായിബ് ഫായിൽ നമ്മൾ പറയാറില്ലേ? നായിബ് ഫായിൽ നായിബുൻ. നായിബ് ഫായിൽ എന്ന് പറയാറില്ല, നായിബുൻ ട്ടാ. ഓക്കെ, ഇനി മീനിങ് എന്തോന്ന് ടീച്ചറെ? നാബ പകരം വെച്ചു, പകരം വെക്കുന്നു, ലർഫിന് പകരം വെക്കുന്നു. നമുക്ക് അതിൻ്റെ ശേഷം മുലാഫിനിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാവാനായിട്ട് സാധിക്കും, എളുപ്പപ്പെടും. അടുത്തത് സിഫത്തുഹു. ഇനി അതിന് സിഫയായിട്ട് വരുന്നത് കേട്ടോ, മുലാഫിലേക്ക് ആയിട്ട് വരുന്ന രീതിയിലുള്ളതാണ് പറഞ്ഞത്. ഈ സിഫയായിട്ട് വരുന്നതുണ്ട്. നഹുവ പോലെ ജലസ്തു ത്വീലൻ, ഞാൻ ദീർഘം ഇരുന്നു. ഞാൻ ദീർഘം ഇരുന്നു പറഞ്ഞാൽ ദീർഘസമയം അല്ലേ? അതായത് വക്തൻ ത്വീലൻ. അപ്പോൾ ഇവിടെ ത്വീലൻ വക്തൻ എന്നുള്ള ലർഫ് ഇവിടെ കളയപ്പെട്ടു. അപ്പോൾ ത്വീലൻ എന്നുള്ളത് നമ്മൾ എന്താക്കും? ലർഫ് സമയമല്ല, ലർഫ് ജമാനായിട്ട് നമ്മൾ കണക്കാക്കും. ത്വീലൻ സിഫത്തുൻ ലി ലർഫി നാബത്ത് അൻഹു. ത്വീലൻ എന്നത് ലർഫിൻ്റെ സിഫയാണ്, അത് നാബത്ത് അൻഹു അതിന് പകരമായി വന്നു. നീ ഇസ്മുൽ ഇഷാറകൾ. ജിഅ്തു ഹാദൽ ഉസ്ബൂഅ, ഈ ആഴ്ചയിൽ ഞാൻ വന്നു. പോയല്ല പോന്നു. ഈ ആഴ്ചയിൽ ജിഅ്തു ഞാൻ വന്നു. അപ്പോൾ ഹാദൽ ഉസ്ബൂഅ ആഴ്ച എന്ന് പറയുമ്പോൾ ഇവിടെ ലർഫാണ്. അപ്പോൾ ഇവിടെ ഉസ്ബൂഅക്ക് പകരം വന്നത് ഹാദ. കണ്ടോ, ഇസ്മുൽ ഇഷാറ വന്നു, ഇതിനെ ബദലാക്കി. അപ്പോൾ എന്തായി? അത് ഹാദ എന്നുള്ളത് നാബ ലർഫിന് പകരം നിൽക്കുന്നതാണ്. ഇനി അതത് നമ്പറുകൾ നഹ്വ പോലെ മക്കസ്തു ഫി ബാഗ്ദാദ അർബഅത അയ്യാമിൻ. ഞാൻ ബാഗ്ദാദിൽ 4 ദിവസം താമസിച്ചു. ഇവിടെ മക്കസ്തുൽ ഫീലും ഫായിലും കഴിഞ്ഞ് ഫി ബാഗ്ദാദ ജാറും മജ്റൂറുൻ. പിന്നെ എത്ര ദിവസം? ആ അയ്യാമിൻ എന്നുള്ളതാണ് ശരിക്കും എന്ത് വരേണ്ടത്? സർഫായിട്ട് വരേണ്ടത്. പക്ഷേ അത് മുലാഫിനിലേക്ക് ആയിട്ട് തോന്നുന്നു. അപ്പോൾ അതിൻ്റെ നമ്പർ എന്തായി? നമ്പർ ലർഫിൻ്റെ സാ. അപ്പോൾ ലർഫു ജമാൻ മൻസൂബുൻ വഹുവ മുലാഫ് അയ്യാമിൻ മുലാഫുൻ ഇലൈഹി. അടുത്തത് സിർന 100 കിലോമീറ്ററിൻ. ഞങ്ങൾ 100 കിലോമീറ്റർ യാത്ര ചെയ്തു, സഞ്ചരിച്ചു. സാറു സാറത്ത് സാറത്ത സിർന, അതാണ് സിർന ഫേലും ഫായലും. ഇവിടെ 100 കിലോമീറ്റർ. ഈ 100 ഈ നമ്പർ എന്തായിരിക്കാണ്? ലർഫ് മക്കാൻ. മറ്റേത് മുലാഫിനിലേക്ക് ട്ടാ. പുന അർബഅ എന്നുള്ളതൊക്കെ അതദാനി, അത് 2 അതതുകളാണ്. നാബ ലർഫിന് പകരം വരുന്നു. ഞാൻ 3 കൂടി പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം കേട്ടോ. ഇസ്തഖ്രിജ് മാഫി ദർസി, നീ പുറത്തു കൊണ്ടുവരണം. ഇസ്തഖ്രിജ് എന്തുകൊണ്ടുവരണം? പാഠത്തിൽ നിന്ന്. ലുറൂഫി ജമാനും മക്കാനും പുറത്തു കൊണ്ടുവരണം. പിന്നെ നമുക്ക് 3 ഒന്നിച്ച് നോക്കാം കേട്ടോ. പാഠത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരണം. അതുപോലെ തന്നെ ഇസ്തഖ്രിജ് മാഫി ലുറൂഫിൽ മബരി ആയിട്ടുള്ള ലർഫുകൾ കൊണ്ടുവരണം. പിന്നെ നാബത്ത് അനി ലർഫിന് പകരം നിൽക്കുന്ന പദങ്ങളെയും കൊണ്ടുവരണം. അപ്പോൾ നിങ്ങൾ നോക്കുക കേട്ടോ, ഞാൻ പെട്ടെന്നൊന്ന് പറഞ്ഞു പോവാം. എന്താണ് കിട്ടോ നിങ്ങൾക്ക്? റഹിബു ഫിൽ യൗമിൽ അവലി ആമി ജദീദി മതാ വസൽതും മിൻ ബിലാദിക്കും. മതാ കിട്ടിയോ? മത്ത എന്താ? മബിനിയാണ് അല്ലേ? അപ്പം മബിനിയിൽ എഴുതാം. പിന്നെ ജമാന്. പിന്നെ ഏതാ? കബല ഏതിലാ വരേണ്ടത്? നാബത്ത് ലർഫി അല്ലേ? ലർഫിന് പറയായിട്ടല്ലേ? അല്ലല്ല,
അവിടെ കബല ശരിക്കും ലർഫ് സമാൻ തന്നെയാണ് കേട്ടോ. അത് മബനി അല്ലാത്ത ലർഫ് സമാനാണ് കേട്ടോ കബല. അവിടെ ഇത് പകരം പറ്റണമെന്നല്ലോ അല്ലേ. ജംസി അംസി എന്നുള്ളത് മബനി. അതെ അംസി. ഇനിയാ ഹുനാക്ക ഹുനാക്ക ഉണ്ട് അല്ലേ. ഹുനാക്ക മബനിയാണ് അല്ലേ. ഹുനാക്ക എവിടെ എന്നുള്ളത് നോക്കട്ടെ കിട്ടിയോ. ബക്കീത്ത് ഹുനാക്ക സലാസ ഹുനാക്ക സലാസത്തെ വന്നിട്ടുണ്ട്. യൗമ സലാസത്ത അയ്യാമിൻ. അപ്പൊ സലാസത്ത എന്നുള്ളത് ലർഫിന് പകരമായിട്ട് നിൽക്കുന്ന മൂന്നാമത്തെ കോളത്തിൽ എഴുതാം. ഇനി യൗമ സുൽസായില്ലേ? യൗമ സുലസായി യൗമ സുലസായി സുലാസായി അല്ലേ? സുലാസായി സുലാസായി. യൗമ സുലാസായി അത് ഏതിൽ വരിക? യൗമ സുലാസായി അത് പിന്നെ മറ്റേത് ഒന്നാമത്തെ പിന്നെ സലാസത്ത അയ്യാമിൻ. സലാസത്ത അയ്യാമിൻ അത് ആദ്യം പറഞ്ഞല്ലോ. തഹത്ത ലാ ഉരീദു അൻ തഹത്ത കംപ്ലീറ്റ് അതിന് തഹ്തക്ക് ശേഷം എന്താ ഉള്ളത്? ആദ്യത്തെ കോളത്തിൽ എഴുതാം. ആദ്യത്തേല് തഹ്ത നിർവഹത്തി തഹ്ത മിർവഹത്തിൻ മുദാഫിനിലേക്ക് വരുന്നത്. പിന്നെ ഖൽഫഹ ജമാലിയ എന്താ? ഖൽഫ ജമാലി ഖൽഫ ജമാലിൻ. ജമാലിന്റെ പിറകെ അല്ലേ. ആമൽ മാവി അത് മുലാഫ് മുലാഫിനില്ലേ അല്ലേ ടീച്ചറെ? ആദ്യത്തെ കോളത്തിലൊക്കെ എഴുതാം. ആദ്യത്തെ കോളത്തിൽ എല്ലാതും എഴുതാനാ പറഞ്ഞത്. എല്ലാ ലർഫും ജമാനും മക്കാനും എഴുതാം. പിന്നെ രണ്ടാമത്തേല് മബനി ഹാദിഹി സനത സനത്ത മൂന്നാമത്തേല് എഴുതാം കേട്ടാ. നബത്ത് അൽ-ലർഫി. ഇനി ഖൽഫ ജമാലി ഇത് കളഞ്ഞിട്ടുള്ളത് പറഞ്ഞിട്ടുണ്ട്. ഏതാ? ഫീഹ ത്വവീലൻ ലം അംകുസ് ഫീഹ ത്വവീൽ. ത്വവീൽ എന്നുള്ളത് നാബത്ത് അൽ-ലർഫി. നാബത്ത് നാബത്തുള്ളർക്ക്. പിന്നെ സമ്മേനെ എഴുതാൻ പറ്റൂ ടീച്ചറെ? ഇല്ല അല്ലേ. സമ്മാന്നുണ്ടോ? സമ്മ മബനി അല്ലേ. വലൈക്കും അസ്സലാം. വലൈക്കുസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സമ്മ. അപ്പൊ ഞാൻ മത്ത അംസി ഐന ഖത്തു ഹൈതു സമ്മ ഹുനാക്ക ഒക്കെ മബനിയാണ്. പിന്നെ അതിൽ സലാസത അയ്യാമിൻ ഹാദിഹി സനത ബഅദ യൗമിൻ തവീലൻ ഒക്കെ ഇതാണ്. പിന്നെ മറ്റേ തഹ്തൽ മിർവഹത്തി മിൻ കബലു ഖത്തു ഖത്തു കബലു ഖത്തു. അപ്പൊ അത്രയും മതിയിട്ട്. അപ്പൊ നിങ്ങൾ നോക്കിയിട്ട് അത് ഇതാക്കിക്കോട്ടെ. ഇല്ലെങ്കിൽ നിങ്ങൾ ഹല്ലുത്തമാരിയിൽ നോക്കിക്കോളൂ കേട്ടോ. ഓക്കെ. അപ്പൊ ഇത്രയും മതിയിട്ട്. ജസാക്കുമുല്ലാഹ് ഖൈറൻ.